അധ്യക്ഷൻ ശ്രീ ശിവദാസൻ അവർകൾ, പ്രിയപ്പെട്ട സുധീഷ്, കോലത്തിയല ക്ഷേത്രത്തിൽ പതിവായി നടക്കുന്ന ഈ ചതയദിന സമ്മേളനത്തിൽ ഭക്തിപൂർവം എത്തിച്ചേർന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹപൂർവകമായ നമസ്കാരം. ഈ വേദിയിൽ നിരവധി തവണ സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള, ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിനു മുമ്പ് എന്നെ കേട്ടിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതിലധികവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ വരാൻ കഴിയുമോ എന്നൊരു സംശയത്തിലായിരുന്നു ഞാൻ. ഇന്നലെ മുതൽ ബാധിച്ച ഒരു പനിയും ജലദോഷവും മൂക്കടപ്പും തുമ്മലും ചുമയും എല്ലാം കൂടെ ഒരു പ്രഭാഷണം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോഴും. അപ്പോൾ അതിന് പ്രതിരോധിക്കാനുള്ള ഗുളികകളും പിൽസുകളും ടാബ്ലറ്റുകളും ഇൻഹെയിലറും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, അങ്ങനെ ഇടയ്ക്ക് പ്രശ്നം വരികയാണെങ്കിൽ ആവി പിടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം അത് നടക്കുമെന്നുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുധീഷ് പറഞ്ഞത്, ഇടയ്ക്ക് പൂജയുണ്ട്, അപ്പോഴൊന്ന് നിർത്തണമെന്ന്. അത് വലിയ ഉപകാരമായി. ആ സമയത്ത് ആവി പിടിക്കാമല്ലോ. എന്തായാലും ഗുരുദേവൻ ആവിയൊന്നും പിടിക്കാതെ തന്നെ എന്നെ ഇവിടുന്ന് പൂർവാധികം ആരോഗ്യത്തോടെ തിരിച്ചയക്കും എന്ന വിശ്വാസത്തിൽ ഈ പ്രഭാഷണം ആരംഭിക്കുകയാണ്. ഗുരുദേവനെ കുറിച്ച് നിങ്ങളോട് ഒന്നും പറയാനില്ലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ തന്നെ നിരന്തരമായ അത്തരം പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവ ദർശനത്തെക്കുറിച്ച്, കൃതികളെക്കുറിച്ച്, സന്ദേശത്തെക്കുറിച്ച്, ആദർശത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് എല്ലാം 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 നിങ്ങൾക്ക് നടത്താവുന്നതേ ഉള്ളൂ ഈ പ്രഭാഷണം. അതുകൊണ്ട് ഞാനതിൻ്റെ ഓരം ചേർന്ന് അങ്ങ് പറഞ്ഞു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ക്രിസ്മസ് ആയിരുന്നല്ലോ. ക്രിസ്മസിൻ്റെ ഇതുപോലെ ഏറ്റുപോയ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് ഞാൻ പോയി നടത്തി. കാരണം നമ്മളെ പ്രതീക്ഷിച്ചുള്ള മീറ്റിംഗ് ആകുമ്പോൾ പോകാതിരിക്കുന്ന എങ്ങനെ. അപ്പോൾ ഈ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചിത്രമുണ്ട്. ഡാവിഞ്ചിയുടെ ചിത്രമാണ്. ഡാവിഞ്ചി വരച്ച ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലുമുള്ള വെച്ചിട്ടുള്ള, എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലും വെച്ചിട്ടുള്ള ചിത്രമാണ് ലാസ്റ്റ് സപ്പർ. ക്രിസ്തവ ശിഷ്യന്മാരും പങ്കുചേർന്ന അവസാനത്തെ അത്താഴം. ലിയോണാർഡോ ഡാവിൻസി എന്ന പ്രശസ്തനായ ചിത്രകാരൻ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ഒരു രൂപം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ചിത്രകലയൊക്കെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. അന്നൊക്കെ ഒരാളുടെ ചിത്രം വരയ്ക്കണമെങ്കിൽ ആരെങ്കിലും ഒരാളെ മോഡലായിട്ട് നിർത്തണം, അല്ലെങ്കിൽ ഇരുത്തണം. രവിവർമ്മ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ക്രിസ്തുവിന്റെ ചിത്രം നോക്കി വരയ്ക്കുകയാണ്. ക്രിസ്തുവിനെ കിട്ടില്ലല്ലോ. അപ്പൊ അതേ മുഖമുള്ള, അതേ ഭാവമുള്ള ഒരാളെ കിട്ടണം. ക്രിസ്തുവിന്റെ ഭാവം എന്താണ് നമുക്കറിയാം. നിഷ്കളങ്കതയാണ്, സ്നേഹമാണ്, മറ്റുള്ളവരോടുള്ള അനുകമ്പാപൂർവകമായ മിഴികളാണ്. അതൊക്കെ ഒത്തുചേർന്ന ഒരാളെ ഡാവിൻസിക്ക് കിട്ടി. ദേവാലയത്തിൽ ഗായിക സംഘത്തിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. താടി നീട്ടി വളർത്തി, ക്രിസ്തുവിൻ്റെ ആർദ്രമായ മിഴികളോടുകൂടി കൂടിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അയാളെ ഇരുത്തി ആ ചിത്രം വരച്ചു. മനോഹരമായ ആ ചിത്രം ഇന്നും ഇന്നും എന്നും ആ ചിത്രം നമ്മുടെ എല്ലാം മനസ്സിൽ, തലമുറകളുടെ മനസ്സിൽ ഇങ്ങനെ ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ തെളിയുന്ന ചിത്രമായി മാറുകയും ചെയ്തു. പിന്നെ ക്രിസ്തുവിനോടൊപ്പമുള്ള ശിഷ്യന്മാരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കേണ്ടി വന്നു. അതിനൊക്കെ ആളെ കിട്ടി. അവസാനം പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട്.
ആ ശിഷ്യന്റെ പേരാണ് യൂദാസ്. യൂദാസിന്റെ ചിത്രം വരയ്ക്കണം. യൂദാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒറ്റുകൊടുത്ത ആളാണ്, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത ആളാണ്. അയാളുടെ ചിത്രം വരയ്ക്കണം. അയാളുടെ ചിത്രം വരയ്ക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള കൗടില്യങ്ങളും ഭീവത്സതയും ക്രൂരതയും കുടിലതയും എല്ലാം എല്ലാം പ്രതിഫലിക്കുന്ന നിഴലിക്കുന്ന ഒരു മുഖം കിട്ടണം. ഡാവിഞ്ചി ഇങ്ങനെ നടക്കുകയാണ്, അങ്ങനെ ഒരാളെ തേടി. എത്ര നടന്നിട്ടും അങ്ങനെ ഒരാളെ കിട്ടിയില്ല. 10 വർഷങ്ങൾ ഡാവിഞ്ചി പിന്നിട്ടു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കാരാഗൃഹത്തിൽ വെച്ച് ഒരു കണ്ടം സെല്ലിൽ ഒറ്റയ്ക്ക് ഒരാളെ കിടത്തിയിരിക്കുന്നു. ക്രൂരനായ ഒരാളെ, പൈശാചികമായ കൃത്യങ്ങൾ ചെയ്തതിന് വധശിക്ഷയ്ക്കോ മറ്റോ വിധിക്കപ്പെട്ട ഒരാളെ കണ്ടെത്തിയതും ഡാവിഞ്ചിയുടെ മനസ്സ് പറഞ്ഞു, ഇതാണ് യൂദാസ്, യൂദാസിന്റെ മുഖം ഇതാണ്. അധികാരികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം യൂദാസിന്റെ പടം വരയ്ക്കാൻ അയാളെ ഇറക്കിക്കൊണ്ടുവന്ന് അയാളെ ഇരുത്തി പടം വരയ്ക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷം പടം പൂർത്തിയായി, ചിത്രം പൂർത്തിയായി. യൂദാസിന്റെ ക്രൗര്യവും യൂദാസിന്റെ ആ ദുഷ്ടഭാവവും എല്ലാം ആ ചിത്രത്തിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു. ചിത്രം നന്നായ സന്തോഷത്തിൽ അദ്ദേഹം യൂദാസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ കരയുകയാണ്. അയാളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി അശ്രുബിന്ദുക്കൾ ഒഴുകുകയാണ്. സമയമായോ? അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ കരയുന്നത്? ചിത്രം നന്നായില്ലേ, എന്താ കരയുന്നത്? അയാൾ പറഞ്ഞു, ചിത്രം നന്നായി, ചിത്രം നന്നായി. അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? അങ്ങ് കാരാഗ്രഹത്തിൽ വന്ന് എന്നെ കണ്ടപ്പോൾ ആദ്യ നിമിഷത്തിൽ തന്നെ അങ്ങേ എനിക്ക് മനസ്സിലായി. അങ്ങേക്ക് എന്നെ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ചിത്രം വരച്ചു തുടങ്ങുമ്പോഴും അങ്ങേക്ക് എന്നെ മനസ്സിലായില്ല. ഇടയ്ക്ക് വെച്ചെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങേക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ? 10 വർഷം മുമ്പ് ക്രിസ്തുവിന്റെ ചിത്രം വരച്ചത് എന്നെ നോക്കിയായിരുന്നു, എൻ്റെ മുഖമായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ യൂദാസായി മാറി. ഈ കഥ, ഈ സംഭവം നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മൾ ക്രിസ്തുവിൽ നിന്ന് യൂദാസിലേക്ക് സഞ്ചരിക്കണമോ, അതോ യൂദാസിൽ നിന്ന് ക്രിസ്തുവിലേക്ക് സഞ്ചരിക്കണമോ? ഇപ്പൊ നമ്മൾ ഈ രാത്രി TV വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു വാർത്തയുണ്ട്. അത് എന്താണ്, ക്രൈം ഫയൽ എന്നും കുറ്റപത്രം എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി ഒരു TV പ്രോഗ്രാമുണ്ട്, ന്യൂസാണ്. അതിൽ കുടിലമായ കർമ്മങ്ങൾ ചെയ്തവരെയാണ് കാണിക്കുന്നത്. ക്രൂരമായ കർമ്മങ്ങൾ ചെയ്തവരെ, അമ്മയെ അഴിച്ചു കൊന്നവരെ, ഭാര്യയെ കൊന്നവര്, ഭർത്താവിനെ വിഷം കൊടുത്തവര്, അങ്ങനെ ക്രൂരം, നമുക്ക് ചിന്തിക്കാനാവാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, മനസ്സിലേക്ക് വരുന്നത് ആശാന്റെ ആ വരികളാണ്, കണ്ണേ മടങ്ങുക, കണ്ണേ മടങ്ങുക എന്ന് പറയേണ്ടി വരും. നമ്മൾ ഈ വിധത്തിലുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് പോയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇത്തരം ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഗുരുദേവന്റെ മാർഗത്തിൽ നിന്ന് മാനസികമായി മനസ്സുകൊണ്ട് നമ്മൾ അകന്നു പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും, തീർത്ഥാടനത്തിന് പോകുമ്പോഴും, കൃതികൾ പാരായണം ചെയ്യുമ്പോഴും, ഇതെല്ലാം അനുഷ്ഠിക്കുന്നു എന്ന് വരുത്തുമ്പോഴും ഒരു ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നു: നമ്മൾ ഗുരുദേവനോട് അടുക്കുകയാണോ അകലുകയാണോ എന്ന ചോദ്യം. നമ്മൾ ഒരു വിധത്തിലും അടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ വിധത്തിലുള്ള ഒരു അവസ്ഥ, ദുരവസ്ഥ, ശോചനീയമായ അവസ്ഥ, ജുഗുപ്സാവഹമായ അവസ്ഥ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ മഹാഭാരതത്തിലെ ദുര്യോധനൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം, യുദ്ധം കുറെ പിന്നിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അതിൻ്റെ അവസാന നാളുകളിലൊന്നിൽ എല്ലാവരും നഷ്ടപ്പെട്ടു. അനുജന്മാർ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഗുരുക്കന്മാർ നഷ്ടപ്പെട്ടിരിക്കുന്നു. യുദ്ധക്കളത്തിൽ ഗുരുക്കന്മാരും അനുജന്മാരും പ്രപിതാമഹനും എല്ലാം നഷ്ടപ്പെട്ട്
വല്ലാതെ നിസ്സഹായനായി പോയ ഒരു രാത്രിയിൽ ദുര്യോധനൻ തൻ്റെ സ്വകാര്യ മുറിയിൽ വെച്ച് ഒരു പ്രാർത്ഥന എന്നോളം ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ ദൈവമേ, ധർമ്മം എന്താണെന്ന് എനിക്കറിയാം. യഥാർത്ഥത്തിൽ ധാർമ്മികമായ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ധർമ്മം ചെയ്തിട്ടില്ല. അധർമ്മം എന്താണെന്നും എനിക്കറിയാം. അധർമ്മമല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടും ഇല്ല. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു ശക്തി ഓരോ നിമിഷവും എന്നെ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് അധർമ്മത്തിൻ്റെ വഴികളിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. നിവൃത്തി കേടുകൊണ്ട് ഞാൻ ആ വഴിയെ പൊയ്ക്കൊണ്ടുവരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് അതിനകത്തുണ്ട്, നിവൃത്തികേട്. നിവൃത്തികേട്. ദുര്യോധനൻ എന്ത് നിവൃത്തികേടാണ് ഉണ്ടായത്? ദുര്യോധനൻ രാജാവായിരുന്നില്ലേ? ദുര്യോധന അധികാരം ഉണ്ടായിരുന്നില്ലേ? ബന്ധുബലം ഉണ്ടായിരുന്നില്ലേ? ആൾബലം ഉണ്ടായിരുന്നില്ലേ? സേനാബലം ഉണ്ടായിരുന്നില്ലേ? അതിൻ്റെ എല്ലാ അഹങ്കാരവും ദുര്യോധനുണ്ടായിരുന്നു. ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ തന്നെ ദുർവിനിയോഗം ചെയ്യുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തും ദുർവിനിയോഗം ചെയ്യും. എന്ത് കാര്യം കൈ കിട്ടിയാലും, കാശായാലും ശരി, സമ്പത്തായാലും ശരി, എന്തും ദുർവിനിയോഗം ചെയ്യുന്ന ദുര്യോധനൻ പറയുകയാണ്, നിവൃത്തി കേടുകൊണ്ട് എനിക്ക് അതുവഴിയെ പോകേണ്ടി വന്നു. ശ്രീകൃഷ്ണൻ സന്ധ്യ സംഭാഷണത്തിന് ചെല്ലുമ്പോൾ ദുര്യോധനൻ പറഞ്ഞെന്താണ്? ധാർഷ്ട്യത്തിന്റെ ഭാഷയിൽ, അഹങ്കാരത്തിന്റെ ഭാഷയിൽ, അധികാരത്തിന്റെ ഗർവിൽ ദുര്യോധനൻ പറഞ്ഞെന്താണ്? കാലുകുത്താൻ സ്ഥലം പോലും കൊടുക്കില്ല. ആ ദുര്യോധനൻ ഇപ്പോൾ പറയുകയാണ്, നിവൃത്തി കേടുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഞാൻ ധർമ്മം വിട്ട് അധർമ്മം പ്രവർത്തിച്ചു. അതൊരു മുടന്തൻ ന്യായമാണ്, ഒരു മുട്ടുശാന്തിയാണ്. നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം. ശ്രീനാരായണ ദർശനം എന്താണെന്ന് നമുക്കറിയാം. ശ്രീനാരായണ സന്ദേശങ്ങൾ എന്താണെന്നും നമുക്കറിയാം. പക്ഷേ നിവൃത്തി കേടുകൊണ്ട് നമ്മൾ അതുവഴിയെ പോകുന്നില്ല. നമുക്ക് എന്ത് നിവൃത്തി കേടാണുള്ളത്? ഇന്ന് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ധർമ്മത്തെക്കുറിച്ച് 3-4 മണിക്കൂർ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പത്തനംതിട്ട നമ്മുടെ SNDP യൂണിയൻ സംഘടിപ്പിച്ച ഒരു മീറ്റിങ്ങിൽ 1 മണിക്കൂർ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ സംഘാടകർ പറഞ്ഞു, സാർ ഇന്നലെ ഒരു ലേഡിയാണ് പ്രസംഗിച്ചത്, ടീച്ചർ, അവർ 3 മണിക്കൂർ പ്രസംഗിച്ചു. അപ്പോൾ സാറിൻ്റെ പേര് പറഞ്ഞാൽ ഞാനും വിശ്വംഭരനും കൂടെയാണ്, സാറ് 3.5 മണിക്കൂറെങ്കിലും പ്രസംഗിക്കണം, അല്ലെ ഞങ്ങളുടെ ഒരു അഭിമാന പ്രശ്നമാണ്. ഞാൻ 3.5 മണിക്കൂർ 3.25 മണിക്കൂർ പ്രസംഗിച്ചു. മാനേജ്മെന്റ് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ബോണസ്. ഈ 3.25 മണിക്കൂർ ഞാൻ സംസാരിച്ചത് ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചാണ്. അത് ഒരു കാര്യത്തെക്കുറിച്ചാണ്. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോൾ ലളിതമായി നമുക്ക് പറയാം. ഇത് ഈ ലളിതമായി പറയേണ്ടതിനെ പറഞ്ഞ് വക്രീകരിച്ച് അതിനെ ദുരൂഹമാക്കി കോംപ്ലിക്കേറ്റഡാക്കി പലപ്പോഴും പലരും പറയുന്നത് കേൾക്കാം. ഇവിടെ മാത്രമല്ല, ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ചോ അത്തരം വേദികളിൽ മാത്രമല്ല, നമ്മളെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞാലും എന്തിന് മാർക്സിസത്തെക്കുറിച്ച് പറഞ്ഞാലും എല്ലാം പറഞ്ഞ് ഭക്ഷണമാക്കി കളയും. സിമ്പിളായ കാര്യമായിരിക്കും. ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് വളരെ സിമ്പിളായി ഞാൻ പറയട്ടെ, വളരെ ലളിതമായി പറയട്ടെ, വളരെ വളരെ സുതാര്യമായി പറയട്ടെ. ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, എന്താണ്? അനുകമ്പ. 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 വിട്ടുവീഴ്ചയില്ലാത്ത അനുകമ്പ. എങ്ങനെയുള്ള അനുകമ്പയാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്, ആത്മോപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്താത്ത അനുകമ്പ. എറുമ്പ് എന്ന് പറയുന്നത് എത്ര ചെറുതാണല്ലേ? പക്ഷെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എറുമ്പ് നമ്മളെങ്ങനെയായിരിക്കും കാണുന്നത്? നമ്മൾ മൊത്തത്തിൽ എറുമ്പിന് കാണാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. എന്തായാലും ആ എറുമ്പ് നമ്മളൊന്ന് മറിഞ്ഞു കിടന്നാൽ നമ്മുടെ ബെഡിൽ എറുമ്പുണ്ടെങ്കിൽ അത് അപ്പോൾ വീരമൃത്യുവാകും. ഈ എറുമ്പിനും ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിൽ വളരെ ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള അനുകമ്പയെ കുറിച്ചാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. ആ അനുകമ്പ സൂക്ഷ്മമായ സ്നേഹമാണ്. ആ അനുകമ്പ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിന് ഉപാധികളില്ല, സ്നേഹത്തിന് അതിരുകളില്ല, സ്നേഹത്തിന് തെളിവുകളില്ല,
സ്നേഹത്തിന് പരിധികളില്ല. പിന്നെയോ സ്നേഹത്തിന് പരമാവധിയേ ഉള്ളൂ. സ്നേഹം അനന്തമായ ഒരു പ്രവാഹമാണ്. സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് തോട്ടങ്ങളിൽ വിളയുന്നതല്ലല്ലോ, കമ്പോളങ്ങളിൽ വാങ്ങാൻ കഴിയുന്നതല്ലല്ലോ. സ്നേഹം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും പ്രസരിക്കുന്ന എല്ലാവരോടുമുള്ള സമസൃഷ്ടി പ്രണയമാണ്, വാത്സല്യമാണ്. അനുകമ്പ എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാ കവികളും പറയുന്നത്. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ, സ്നേഹസാരം ഇഹ സത്യം ഏകമാം. ആശാൻ ഒന്നുകൂടി പറഞ്ഞു, സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. എന്തൊരു തീക്ഷ്ണമായ പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്നേഹഭാവനയാണത്. നമ്മളെ ദ്രോഹിക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവരെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ഒരു വലിയ സാമ്രാജ്യം നമുക്ക് നൽകുന്നവരെ തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടാതിരിക്കുമ്പോൾ ദ്രോഹിക്കുന്നവരെ നമ്മൾ വിടുവോ? ദ്രോഹിക്കുന്നവനെയും സ്നേഹിക്കണമെന്ന് പറയുന്ന ഗുരു ശിഷ്യൻ ആയ ആശാൻ പറഞ്ഞ ആ സ്നേഹമാണ് അനുകമ്പ. ഈ അനുകമ്പയാണ് ബുദ്ധനെ സമുന്നതനാക്കുന്നത്. ഈ അനുകമ്പയാണ് ഗാന്ധിജിയെ അഹിംസയുടെ പതാകാവാഹകനാക്കുന്നത്. ഈ അനുകമ്പയാണ് യേശു ക്രിസ്തുവിനെ ത്യാഗത്തിന്റെ മൂർത്തിമദ്ഭാവമാക്കുന്നത്. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കൂടുന്നു. ഇതെല്ലാം ഗുരുമാർഗത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. മറ്റൊരാളുടെ സന്തോഷത്തോടൊപ്പം സന്തോഷിക്കുക, മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അതിനെ ആറ്റുക, അതിനെ കുറയ്ക്കുക, അതിനെ ആശ്വസിപ്പിക്കുക, സാന്ത്വനിപ്പിക്കുക. അതൊക്കെയാണ് ഗുരുധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിപ്പോ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, മഹാഭാഗവതത്തിൽ ഭിക്ഷുഗീത എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഭിക്ഷുഗീത ഭാഗവതത്തിൽ അതിൽ പറയുന്ന ഒരു കഥയുണ്ട്. കഥ ഇതാണ്: അവന്തി പട്ടണത്തിൽ ഒരു ധനികനുണ്ടായി, വലിയ ധനികൻ. കൊട്ടാര സദൃശമായ മണിമാളികയും യാത്ര ചെയ്യാൻ രഥങ്ങളും ആ വിധത്തിലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആ ധനികന് എന്തുകൊണ്ടോ അയാളോടൊപ്പം നിന്നവരെല്ലാം അയാളെ പറ്റിച്ച് അയാളുടെ വസ്തുക്കൾ പോയി, അയാളുടെ സ്വത്തുക്കൾ പോയി, അയാളുടെ മണിമാളിക പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭാര്യയും നഷ്ടപ്പെട്ടു. ഭാര്യ പിന്നെ എന്തിനു നിൽക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ ഭാര്യ പോയി. അയാൾ ഒറ്റപ്പെട്ടു. അയാൾ പുറത്തിറങ്ങി. അയാൾ എല്ലാം വിട്ട് നിസ്വനായി, നിരാലംബനായി, നിസ്സഹായനായി പുറത്ത് കടത്തിണ്ണകളിൽ താമസിക്കാൻ തുടങ്ങി. കടത്തിണ്ണകളിൽ അയാളുടെ കൂടെ താമസിക്കുന്നത് ആ നാട്ടിലെ പട്ടികളാണ്. ഇയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ പട്ടികൾ അടിച്ചുകൊണ്ട് പോകും. എന്തൊരു കഷ്ടമായി പോയി എന്നറിയോ അയാളുടെ ജീവിതം. എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്ത് വരാത്ത എന്താണെന്ന് അറിയില്ല. അങ്ങനെ അയാൾ കഴിയുമ്പോൾ ഒരാൾ അയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം അയാളുടെ മുഖത്തൊരു പ്രത്യേക കലയുണ്ട്, പ്രത്യേക ചൈതന്യമുണ്ട്, പ്രത്യേക സൗന്ദര്യമുണ്ട്. വിശേഷിച്ചും അദ്ദേഹം ചിരിക്കുമ്പോൾ ആ ചിരി മാഞ്ഞിട്ടില്ല. ആ ചിരി അവിടെ തന്നെയുണ്ട്. അപ്പോ അയാൾ ചോദിച്ചു, അങ്ങേ ഞാൻ വർഷങ്ങളായി അറിയും. അങ്ങേ നിരത്തിലൂടെ, ഈ രാജവീതിയിലൂടെ, അങ്ങയുടെ രഥത്തിലൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് അങ്ങയുടെ മുഖത്ത് എന്ത് ചിരി ഉണ്ടായിരുന്നോ, എത്ര സന്തോഷമുണ്ടായിരുന്നോ, ആ സന്തോഷം ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങേക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇപ്പൊ കിട്ടുന്നില്ല, പട്ടികൾ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ടും അങ്ങേക്ക് ഈ സന്തോഷം എങ്ങനെ നിലനിർത്താൻ കഴിയുന്നു? അദ്ദേഹം ചിരിച്ചിട്ട് പറയും, നമ്മുടെ സന്തോഷം ലളിതമായി പറയാം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞാനല്ല വേറൊരു ആളാണെങ്കിൽ സംസ്കൃത ശ്ലോകം പറയും. സംസ്കൃത ശ്ലോകം പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ തന്നെ വേണമെങ്കിൽ അതിനെ പിരിത്ത് പറയും. അവസാനം നമുക്കൊന്നും പിടികിട്ടില്ല. ഞാൻ ലളിതമായിട്ട് പറയാം. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അത് നമ്മുടെ അനുവാദമില്ലാതെ ഒരാൾക്കും
നമ്മൾ കൊടുക്കാതെ, നമ്മൾ ഉപേക്ഷിക്കാതെ നമ്മുടെ സന്തോഷം നമ്മളെ വിട്ടു പോവുകയില്ല. ശരിയല്ലേ? ഏറ്റവും വലിയ തത്വമല്ലേ അത്? നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലല്ലേ? നമ്മൾ ഇപ്പോ വല്ല കാര്യമുള്ള കാര്യത്തിലാണോ നമ്മൾ സന്തോഷം നശിപ്പിക്കുന്നത്? കുട്ടി ബാംഗ്ലൂരിന് പോയി, നമ്മുടെ കുട്ടിയുമല്ല, മോഹന്റെ കുട്ടി ബാംഗ്ലൂരിന് പോയി, അവനങ്ങ് പോകും. ബാംഗ്ലൂരിൽ പോകുന്ന ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമ്മൾ കിടന്ന് ഒപ്രാളപ്പെടുകയാണ്, വ്യാകുലപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്. അവൻ അവിടെ എത്തുമോ അതോ എത്തത്തില്ലയോ? രാത്രി ബസ്സിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഇങ്ങനെയുള്ള അനാവശ്യമായ വ്യാകുലതകൾ, അനാവശ്യമായ ആകുലതകളും വിഷാദങ്ങളും വലിച്ചു കൂട്ടിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നു. ഞാൻ എവിടെയോ ഈ ഒരു പ്രസംഗം പറഞ്ഞതിന് ശേഷം, ഈ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകൻ വീട്ടിൽ വന്നു. സാർ, ആ പറഞ്ഞ പോയിന്റ് പിടിയിട്ടില്ല. സാറൻ പറഞ്ഞിട്ടങ്ങ് പോയി. നമ്മുടെ സന്തോഷത്തെ എങ്ങനെയാണ് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് സന്തോഷത്തെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോയിന്റ് വരില്ലേ? സാറാ പറഞ്ഞ ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞു. പ്രസംഗിച്ചിട്ട് പോയാലും രക്ഷയില്ല, ആളുകൾ പുറകെ വരും. പണ്ട് വേളു കൃഷ്ണൻകുട്ടി ഒരിക്കൽ ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ഈ പല രാജ്യങ്ങളിലെ ആലിംഗന രീതികളെ കുറിച്ചും അഭിവാദന രീതികളെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ചിലടത്ത് ഷേക്ക് ഹാൻഡ് ചെയ്യും, ചിലടത്ത് ആലിംഗനം ചെയ്യും. കണ്ടിട്ടില്ല, ഇംഗ്ലീഷുകാരൊക്കെ ഷേക്ക് ഹാൻഡാണ്, നമുക്ക് നമസ്കാരമാണ്. പക്ഷെ ഇപ്പൊ നമസ്കാരമൊന്നും ആരും പറയുന്നില്ല, അത് ഔട്ട് ഓഫ് ഫാഷനാണ്, ഷേക്ക് ഹാൻഡാണ്. സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഷേക്ക് ഹാൻഡ് എന്ന്. ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കും ആരെയും വിശ്വാസമില്ല, അവിടെ ആർക്കും ആരെയും വിശ്വാസമില്ല ആ നാട്ടില്. ഗുരു പറഞ്ഞത് എന്താണ്? എല്ലാവരെയും വിശ്വസിക്കുന്നതും തെറ്റ്, എല്ലാവരെയും അവിശ്വസിക്കുന്നതും തെറ്റ്. അവിടെ സിമ്പിളായിട്ടാണ് ഗുരു കാര്യങ്ങൾ പറഞ്ഞു പോയത്. നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും വിശ്വസിക്കുന്നത് തെറ്റാണ്, അപകടമാണ്. എന്നാൽ എല്ലാവരെയും അവിശ്വസിക്കുന്നവരുണ്ട്. ആരെയും വിശ്വാസമില്ല, ഒരാളെയും വിശ്വാസമില്ല, അത് അതിനേക്കാൾ അപകടമാണ്. അപ്പൊ അവിടെ എല്ലാവരെയും അവിശ്വസിക്കുന്ന നാട്ടിൽ ഒരുത്തൻ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ, അവിടെ ഫുൾ സ്യൂട്ടാണല്ലോ, ഫുൾ കോട്ടാണല്ലോ, അവൻ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അവന്റെ ഇവിടെ വല്ല കത്തിയോ മറ്റോ വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ, അതുകൊണ്ടാണ് കുലുക്കി നോക്കുന്നത്. ഉണ്ടെങ്കിൽ ഇനി താഴെ പോരിട്ടോന്നാണ്. ചിലര് ആലിംഗനം ചെയ്യും, അവനെ തീരെ വിശ്വാസമില്ല, കാരണം അവൻ ബാക്കിൽ പറവല്ല വടിവാളും വെച്ചിട്ടുള്ളൂ, അവൻ ഇങ്ങനെ നോക്കുന്നു. ഒന്നുമില്ല, കുഴപ്പമില്ല. നമുക്കിതൊന്നും വേണ്ട. വന്ദനമെന്ന് പറഞ്ഞാൽ, വണക്കമെന്ന് പറഞ്ഞാൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ രണ്ട് കൈപ്പത്തികളെയും കൂട്ടുമ്പോൾ അവിടെ ഒരു പുതിയ ചൈതന്യം ഉണ്ടാവുകയാണ്. എന്തിനായിരുന്നു നമ്മൾ ആ സന്തോഷം നഷ്ടപ്പെടുത്തിയത്? വല്ല കാര്യമുണ്ടോ? ഇനി പേന പോയെന്നിരിക്കട്ടെ, വേറൊരു പേന വാങ്ങിക്കുക, ഈ 3 ദിവസം സന്തോഷം പോയില്ലേ? അപ്പോ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ സന്തോഷത്തെ ബലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി. ഇപ്പോ ഇന്നാൾ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിപ്പോ വളരെ സന്തോഷവാനാണ്. മോൾ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ പോയി, ഒറ്റയ്ക്ക്, നമ്മളോടൊന്നും പറയാതെ അവരുടെ ഓഫീസിൽ നിന്ന് ടീമായിട്ട് പോയി. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചതേ ഇല്ല, എനിക്ക് സന്തോഷമാണ്. കൊച്ചു കാര്യമാണ്. ഈ സന്തോഷം എന്ന് പറയുന്നത് തന്നെ 4 തരത്തിലുണ്ട്: സുഖം, സന്തോഷം, ആനന്ദം, പരമാനന്ദം. ഗുരു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 4 തരത്തിലാണ് സന്തോഷം. സുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയാണ് കൂടുതലും. നമ്മൾ പൊതുവെ സുഖം എന്ന് പറയുന്നെങ്കിലും സുഖം അനുഭവിക്കുന്ന ആരാണ്? ശരീരമാണ്. നമ്മൾ അറിയാമല്ലേ, ഒരു സുഖമില്ല, ശരീരത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ഉള്ളൂർ പറഞ്ഞത്, സുഖം ഭൂമിയെ സ്വർഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങന്നറിയാതെ തന്നെ ആയുസ് പോകുന്നു, അതാശ്രയം നമ്മൾ. ഇപ്പൊ ഈ സുഖം തേടി നടക്കുകയാണ്. എവിടെ പോയാൽ സുഖം കിട്ടും? എവിടെ പോയാൽ സുഖം കിട്ടും? വീട്ടിൽ പോയാൽ എന്തായാലും സുഖം കിട്ടൂല, എവിടെ പോയാൽ കിട്ടും? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, തായ്ലൻഡിൽ പോയാൽ സുഖം കിട്ടും, ഫിൻലാൻഡിൽ പോയാൽ കിട്ടും, ബാങ്കോക്കിൽ പോയാൽ കിട്ടും, ലണ്ടനിൽ പോയാൽ കിട്ടും. സുഖം ഭൂമിയെ സ്വർഗമാക്കാൻ ബോധസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതങ്ങന്നറിയാതെ തന്നെ ആയുസ് പോകുന്നു, അതാശ്രയം നമ്മൾ. അപ്പൊ സുഖം ശരീരത്തിൻ്റെതാണ്. സന്തോഷം മനസ്സിൻ്റെതാണ്. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ, അയാളുടെ മനസ്സ് വിഹുലമായതുകൊണ്ടാണ് അയാൾക്ക് കുറ്റാലത്ത് പോയിട്ടും അയാൾക്ക് സിനിമ കാണാൻ പോയിട്ടും ഒന്നും സന്തോഷിക്കാൻ പറ്റാത്ത, മനസ്സ് മുഴുവൻ പേനയിൽ കിടക്കുന്നു.
സന്തോഷം മനസ്സിൻ്റെതാണ്. ആനന്ദം മറ്റൊരവസ്ഥയാണ്. ആനന്ദം ബുദ്ധിയുടേതാണ്. ആനന്ദം ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്, മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നല്ലൊരു പുസ്തകം വായിക്കുന്നു, നമ്മൾ ഗുരുദേവന്റെ അദ്വൈത ദീപിക അതിൻ്റെ വിവർത്തനം വായിക്കുന്നു. അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം ഉണ്ടാവുകയാണ്. എൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീ എൻ്റെ സീനിയറായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് തന്നെ 10-20 വർഷമായി. കഴിഞ്ഞ ദിവസം എൻ്റെ നമ്പർ എടുത്ത് അവർ വിളിച്ചു. സുദർശൻ്റെ ഫേസ്ബുക്കൊക്കെ ഞാൻ കാണുന്നുണ്ട്, യൂട്യൂബും കാണുന്നുണ്ട്, പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. വളരെ സന്തോഷമാണ്. എന്നെപ്പറ്റി വല്ലതും അറിയാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ക്യാൻസറിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് പോയതാണ്. നാവിൻ്റെ ഒരു തുമ്പൊക്കെ മുറിച്ചിരുന്നു. പാടുന്ന സ്ത്രീയാണ്. പക്ഷേ പിന്നീട് അത് ആവർത്തിച്ചു. ഞാൻ ചോദിച്ചു, സാറിന് എങ്ങനെയുണ്ട്? സാറ് പോയിട്ട് 4 വർഷമായി. സാറ് പോകും മുമ്പേ ഇത് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ റേഡിയേഷൻ കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലാണ്, ഒറ്റയ്ക്കാണ്. മക്കളൊക്കെ വന്ന് വിളിക്കുന്നുണ്ട് അവരുടെ വീട്ടിലേക്ക്. ഞാൻ പോകുന്നില്ല, എന്നോടൊപ്പം സാറുണ്ട്. അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, സാറിന് എങ്ങനെയുണ്ടെന്ന്. സാറ് പോയെന്ന്, എന്നോടൊപ്പം സാറുണ്ടെന്ന്. സാറിൻ്റെ ആത്മാവുണ്ട്, സാറിൻ്റെ ചൈതന്യമുണ്ട്. സാർ അവരോട് സംസാരിക്കുന്നുണ്ട്, സാറിനോട് അവർ സംസാരിക്കുന്നുണ്ട്. പോയിട്ട് വരട്ടെ, റേഡിയേഷൻ എടുത്തോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാനൊരു ദിവസം അങ്ങോട്ട് വരാം, ആകെ ഡിപ്രഷൻ ആയിരിക്കുമല്ലേ? ഇല്ല, ഒരു ഡിപ്രഷനും ഇല്ല. ഞാൻ ആത്മധൈര്യത്തോടെയാണ്, ഞാൻ ഇനിയും പാടും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് റേഡിയേഷൻ എടുക്കാൻ പോയത്. ഞാൻ ഇനിയും പാടും, പാട്ടാണ് എൻ്റെ ജീവിതം. ഞാൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ ഒരു? അതോ ഞാനിപ്പോൾ ഉപനിഷത്തുകൾ വായിക്കുന്നു, തൈത്തിരീയ ഉപനിഷത്ത് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുവിധപ്പെട്ട ഉപനിഷത്തുകൾ കഴിഞ്ഞു. അങ്ങനെ ഉപനിഷത്ത് വായിക്കുന്ന ഒരു 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 സംസ്കാരമുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവര് പാട്ട് പാടും. മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ എന്നൊക്കെയുള്ള പാട്ടില്ലേ? കാണാൻ നല്ല കിനാവുകൾ കൊണ്ടൊരു കണ്ണാടി മാളിക തീർത്തു ഞാൻ, മുറ്റം നിറയെ മുന്തിരി വള്ളി പടർത്തി ഞാൻ എന്നൊക്കെ പാടി നടന്ന മനോഹരമായ പാട്ടുകൾ ആലപിച്ചിരുന്ന, വൈക്കത്തഷ്ടമിയൊക്കെ പാടിയിരുന്ന ആ ലേഡി പറയുന്നു, തൈത്തിരീയ ഉപനിഷത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തൈത്തിരീയ ഉപനിഷത്ത് വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം കിട്ടുന്നു, വല്ലാത്തൊരു ആനന്ദം കിട്ടുന്നു, വല്ലാത്ത കുളിർമ, എന്തിനേയും നേരിടാനുള്ള ആത്മശക്തി കിട്ടുന്നു. ഞാനിത് ഒരു സംസ്കൃതം പ്രൊഫസറോട് പറഞ്ഞു. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു ആനന്ദവും ഇല്ലാതിരിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, സംസ്കൃത പ്രൊഫസർ, അദ്ദേഹത്തെ അതിൻ്റെ മേധാവിയായി റിട്ടയർ ചെയ്തു. ഞാൻ ചോദിച്ചു, ഈ തൈത്തിരീയോപനിഷത്ത് വായിച്ചാൽ നമുക്ക് ആനന്ദം കിട്ടുമോ? ഏത് പ്രശ്നവും മാറിപ്പോവുമോ? കിട്ടുമായിരിക്കുമെന്ന് അദ്ദേഹം കാര്യമായിട്ട് പഠിപ്പിച്ച ആളാണ്, 34 വർഷം പഠിപ്പിച്ച ആളാണ്. കിട്ടുമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ സമർപ്പിത മനസ്സോടെ വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മൾ മനസ്സർപ്പിക്കണം. നമ്മൾ എത്ര പ്രഭാഷണം കേട്ടിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര ഗുരുദേവ പഠന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടും ശിബിരം അറ്റൻഡ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. മനസ്സർപ്പിക്കണം. മനസ്സർപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആനന്ദം കിട്ടുന്നു. തൈത്തിരീയ ഉപനിഷത്തും അതുപോലെയുള്ള ഉപനിഷത്ത് സംഗ്രഹങ്ങളും എല്ലാം ഗുരുദേവന്റെ വളരെ ആഴമുള്ള അദ്വൈത ദീപിക പോലെയുള്ള കൃതികളും ഒക്കെ വായിക്കുമ്പോഴും നമ്മളത് മനസ്സർപ്പിച്ച് വായിക്കുകയാണെങ്കിൽ മറ്റെങ്ങും കിട്ടാത്ത ഒരു ആനന്ദം കിട്ടും. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, മുനിമാലും നുകരാത്ത സുഖചക്രവാളം എന്ന്. എന്നെ വല്ലാതെ ആവശ്യിച്ചൊരു വാക്കാണത്. മുനിമാരും നുകരാത്ത സുഖചക്രവാളം, അതാണ് ആനന്ദം. മഹർഷിമാരെല്ലാം വലിയ സുഖത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്കും അപ്രാപ്യമായ ഒരു സുഖചക്രവാളത്തിലേക്കോ നമ്മളെ ഈ കൃതികൾ, ഈ ഗുരുപരമ്പരകൾ നമുക്ക് പകർന്നു തന്നിട്ട് പോയ ഈ വേദാന്ത സാരങ്ങളും ജീവിത സംഹിതകളും നമ്മളെ കൊണ്ടെത്തിക്കും. അതാണ് ആനന്ദം. ആനന്ദം കഴിഞ്ഞാലാണ് പരമാനന്ദം. പരമാനന്ദം എന്ന് പറഞ്ഞാൽ
അൾട്ടിമേറ്റ് ആണ് പരമാനന്ദം. പരമാനന്ദത്തിൽ എന്തെല്ലാം ഉണ്ട്? പരമാനന്ദത്തിൽ സുഖമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. പ്ലസ് ഇതൊന്നും കൂടാതെ പരമാനന്ദത്തിൽ സമാധാനമുണ്ട്. ആശങ്കകളില്ല, ആകാംക്ഷകളില്ല, അതൃപ്തിയില്ല, അസൂയയില്ല, അന്യഥാ ചിന്തയില്ല. പരമാനന്ദം. അതിനെക്കുറിച്ചാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. ഞാൻ ശങ്കരാചാര്യരിലേക്ക് കയറുകയാണ്. ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന്റെ അനുയായിയായിരുന്നു ഗുരുദേവൻ എന്ന് പറയാറുണ്ടല്ലോ. ശങ്കരാചാര്യർ അദ്വൈതവാദിയായിരുന്നു, ഗുരുദേവൻ അദ്വൈതിയായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശങ്കരാചാര്യർ അദ്വൈതവാദിയായിരുന്നു, ഗുരുദേവൻ അദ്വൈതിയായിരുന്നു. ആ വ്യത്യാസം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഉദാഹരണം ഉപ്പും ഉപ്പിലിട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റേ ഉപ്പിലിട്ടാണെങ്കിൽ ഇത് ഉപ്പ് തന്നെയായിരുന്നു. ശങ്കരാചാര്യർ എന്നാ പറയുന്നു? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വം ജീവന് മുക്തി എന്നാണ് പറയുന്നത്. സത്സംഗത്വേ നിസ്സംഗത്വം. നല്ല ആളുകളുമായുള്ള സഹവാസം കൊണ്ട് നമുക്ക് ഒരു നിസ്സംഗത വരും. ആരാണ് ഈ നല്ല ആളുകൾ? നല്ല ആളുകൾ ആരാണ്? ഡോക്ടറാണോ? നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ നല്ല ആളെന്നാണോ വിചാരം? പിന്നെ ആരാണ്? എഞ്ചിനീയറാണോ? നമ്മുടെ വീട്ടിലെ പ്ലാൻ വരച്ച് എല്ലാം കുളമാക്കി അതെല്ലാം നല്ല ആളെന്നാണോ വിചാരിക്കുന്നത്? ആരാണ് ഈ നല്ല ആള്? നല്ല ആള് എന്ന് പറയുന്നത്, സജ്ജനം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ ഭൗതിക ജീവിതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം ലഭിച്ച ആളുകളാണ് നല്ല ആളുകൾ. അപ്പോ ശങ്കരാചാര്യർ നല്ല ആളെന്ന് പറയുമ്പോൾ സ്ഥലത്തെ വൈദ്യരെ കുറിച്ചായിരിക്കില്ലല്ലോ, അല്ലേ? അതുപോലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന സന്യാസി വ്യൂഹങ്ങളുമായും മറ്റും ബന്ധപ്പെടുമ്പോൾ അങ്ങനെ വരേണ്ടതാണ്. വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, വരേണ്ടതാണ്. സത്സംഗത്തെ നിസ്സംഗത്വം. സജ്ജനങ്ങളുമായി കൂടുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരു നിസ്സംഗത വരും. നമുക്ക് ഈ ആർത്തി നഷ്ടപ്പെടും. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നതാണ് അർത്ഥം, എന്നാലും ആർത്തി എന്നാണ് പ്രയോഗിക്കുന്നത്. ആർത്തി എന്ന് പറഞ്ഞാൽ ഒരു ആക്രാന്തം എന്നുള്ള ഒരു അർത്ഥം കൂടെ പറഞ്ഞു വന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെടും, നിസ്സംഗത വരും. നിസ്സംഗത വരുമ്പോൾ നിർമോഹം വരും, മോഹമില്ലായ്മ വരും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മോഹമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം മോഹമാണ്. മോഹഭംഗം. മോഹം ഉണ്ടെങ്കിൽ മോഹഭംഗത്തിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വിഷമം വരും. അപ്പൊ മോഹം ഇല്ലായിരുന്നാൽ മതി. ആശയാണ് എല്ലാ നിരാശകൾക്കും കാരണം. അപ്പോ നിസ്സംഗതയിൽ നിന്ന് നിർമോഹത്വത്തിലേക്കും, നിർമോഹത്വത്തിൽ നിന്ന് നിശ്ചലതയിലേക്കും പോകും. മനസ്സ് നിശ്ചലമാകണം. എന്താണ് ഈ തപസ് എന്ന് പറയുന്നത്? എന്താണ് ഈ ധ്യാനം എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സ് നിശ്ചലമല്ല. നമ്മൾ കടൽ തീരത്തിരുന്നാലും നമ്മൾ ഗുഹയിലിരുന്നാലും നമ്മുടെ മനസ്സിൽ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം. നമുക്ക് നമ്മുടെ കുഞ്ഞുമോൻ വിളിക്കുന്ന ശബ്ദം, നമ്മളെ ഭാര്യ നമ്മളെ സംസാരിക്കുന്ന ശബ്ദം, അപ്പോൾ സുഖം കിട്ടുമോ? അപ്പോൾ വേറെ നിന്ന് സംസാരിക്കുന്ന ശബ്ദം, ഫോണിൽ സ്ഥിരം വിളിക്കുന്ന ആളിന്റെ ശബ്ദം, ഇങ്ങനെ ഒരുപാട് ശബ്ദ പ്രപഞ്ചത്തിന്റെ പ്രളയത്തിൽപ്പെട്ടിട്ട് നമുക്ക് എന്ത് ലഭിക്കുന്നില്ല? നമുക്ക് ആ ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, നിശ്ചലമാകുന്നില്ല മനസ്സ്. എവിടെ പോയാലും നിശ്ചലമാകുന്നില്ല. നിശ്ചലമാകണമെങ്കിൽ മോഹങ്ങൾ ഒഴിയണം. അലകൾ ഒഴിഞ്ഞ് കടൽ പോലെ മോഹങ്ങൾ ഒഴിയണം. മോഹങ്ങൾ ഒഴിയുമ്പോൾ നമ്മുടെ മനസ്സ് നിശ്ചലമാകും. നിശ്ചലമാകുമ്പോഴാണ് ജീവന് മുക്തി കിട്ടുന്നത്. പരമമായ സാക്ഷാത്കാരത്തിൽ, മോക്ഷത്തിൽ, സായുജ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന, നിർവ്വാണം പ്രാപിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സായുജ്യത്തിൽ എത്തുന്നത് ഈ 4 ഘട്ടങ്ങളിലൂടെയാണ്. ഇതിൽ ആദ്യത്തെ ഘട്ടത്തിലെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? ഗുരുദേവന്റെ ഈ ധർമ്മം ഞാൻ നേരത്തെ പറഞ്ഞ അനുകമ്പയുമായിട്ട് പോയാൽ മാത്രം നമ്മൾ 4ാമത്തെ ഘട്ടത്തിലെത്തും. നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടാണോ ഈ നിൽക്കുന്നത്? സത്സംഗമുണ്ടോ നമുക്ക്? നമ്മുടെ കൂട്ടുകാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആരൊക്കെയാണ് നമ്മുടെ കൂട്ടുകാർ? നമ്മളെ പോലെയുള്ളവരാണ് നമ്മുടെ കൂട്ടുകാർ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ്, ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദേഴ്സ്. നമ്മളെ പോലെയുള്ളവരാണ് നമ്മുടെ കൂട്ടുകാർ. നമ്മളെപ്പോലെ വാശിയുള്ളവരും നമ്മളെപ്പോലെ പറഞ്ഞാൽ കേൾക്കാത്തവരും നമ്മളെപ്പോലെ അങ്ങനെയുള്ളവരെ തമ്മിലാണ് ചേരുന്നത്. അല്ലാത്തവരെ തമ്മിൽ ചേരാൻ പറ്റില്ല. അപ്പൊ ഈ സത്സംഗം എന്ന് പറയുന്ന സജ്ജനങ്ങളുമായിട്ടുള്ള ബന്ധം തേടിപ്പോണം.
തേടി പോകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം, മോഹങ്ങളെ ഒഴിവാക്കാം. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു 50 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. 90%. 50 എന്നുള്ളത് ഞാൻ വളരെ ഒരു സ്നേഹത്തോടെ പറഞ്ഞാണ്. അതിന് മുകളിലുള്ളവരാണ് ഇരിക്കുന്നത്. അതിന് മുകളിലുള്ളവരും ഇരിപ്പുണ്ട്, അതിന് മുകളിലുള്ളവരും ഇരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മോഹങ്ങൾ ഒഴിയേണ്ടതല്ലേ? നിങ്ങളുടെ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ എല്ലാ മോഹങ്ങൾ ഒഴിയേണ്ടതാണ്. ഇനി എന്ത് മോഹമാണ്? ഭൗതികമായ മോഹങ്ങളെ ഒതുക്കി വെക്കുക. ഇങ്ങനെ ഒതുക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തിൽ എത്തിച്ചേരാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞത് സിമ്പിളായിട്ട് ഞാൻ പറയുമ്പോൾ എന്താണ്, നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നിനും നമ്മുടെ സന്തോഷത്തെ ഹരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ കാലക്കേടെന്ന് പറയും, കാലദോഷം, സമയദോഷം, അല്ലേ, ഗ്രഹദോഷം, എന്തെല്ലാം ദോഷങ്ങളാണ് നമ്മൾ പറയുന്നത്. ഗ്രഹദോഷം, കാലദോഷം, ദശാസന്ധി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോ 7 ശനി, കണ്ടക ശനി, എന്തെല്ലാം ശനികളാണ്. ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ അപ്പോഴേക്കും ആരെടുത്ത് പോകുന്നു? ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു. അപ്പൊ ജ്യോത്സ്യൻ അറിയാം, ഒരു പ്രശ്നമില്ലാത്ത ഒരുത്തൻ ജ്യോത്സ്യനെ അന്വേഷിച്ച് വരുമോ? ഒരു പ്രശ്നമില്ലാത്ത ഒരുത്തൻ ജ്യോത്സ്യനെ ഒന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞു വരുമോ? നമ്മൾ അന്വേഷിച്ചാണ് പോകുന്നത്. ഏത് ജ്യോത്സ്യം കൊള്ളാം? ഇവിടെ കിടങ്ങറ ഒരു ജ്യോത്സ്യനുണ്ട്, മിടുക്കനാണ്, അച്ചട്ടാണ്. കിടങ്ങറ പോകുന്നു. ജ്യോത്സ്യനറിയാം ആള് തുലഞ്ഞാണ് വന്നിരിക്കുന്നതെന്ന്. ജ്യോത്സ്യര് പറഞ്ഞു, ഭാര്യ ഭർത്താവ് രാവിലെ ചെന്നു. ആദ്യമേ നമസ്തേ ജ്യോത്സ്യര് പറഞ്ഞു, ശത്രു കൂടെ ഉണ്ടെന്ന്. ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി. അത് നേരത്തെ അറിയാം. ഭാര്യ അതിനകം വോൾട്ടേജിൽ നോക്കി. ജ്യോത്സ്യര് കബഡി എടുത്തു, നക്ഷത്രം പറയും. നക്ഷത്രം പറഞ്ഞു. ഈ പുള്ളി പറയുന്ന പോലെ ചെയ്താൽ നമ്മുടെ പ്രശ്നം തീരുമോ? പ്രശ്നം കൂടും. എന്തെല്ലാമാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ പിന്നെ വാസ്തു വിദഗ്ധന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വാസ്തു പഠിച്ചവരുണ്ട്, വാസ്തു ഒന്ന് എഴുതാൻ അറിയാവുന്നവരുണ്ട്, എഴുതാൻ അറിഞ്ഞിടാത്തവരുമുണ്ട്. 2 താഴേക്ക് ഉപയോഗിച്ച് വാസ്തു എന്ന് പറയുന്നുണ്ട്. അവരെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ വന്ന് ഞാൻ ഗ്രഹം വന്ന് നോക്കട്ടെ, സൈറ്റ് ഇൻസ്പെക്ഷൻ, വാസ്തു വിദ്വാൻ വന്ന് നോക്കിയിട്ട് പറയാണ്, ഇവിടെ ബെഡ്റൂം എവിടെയാണ്? ഭരണസ്ഥലം, അകത്ത് ഞാൻ വരില്ല, ബെഡ്റൂമിനകത്ത് ഒട്ടും വരില്ല. വന്ന ഒരുപാട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് ബെഡ്റൂം എവിടെയാണ്? ബെഡ്റൂമിൻ്റെ അവിടെയാണ്. ബാത്റൂം എവിടെയാണ്? ബാത്റൂം അവിടെയാണ്. ബെഡ്റൂം അവിടെ ആക്കണം, ബാത്റൂം ഇവിടെ ആക്കണം. നടക്കുന്ന കാര്യമാണോ? പക്ഷെ ആക്കും നമ്മൾ, ഇടിച്ചു പൊളിക്കുകയാണോ? വാസ്തു വിദ്വാൻ പറഞ്ഞല്ലേ. ഒരു പാലുകാച്ച വീട്ടിൽ താടിയൊക്കെ വളർത്തി, ആള് താടി വളർത്തിയേ ഉള്ളൂ, ആള് ശരിയല്ല, വെടിപ്പല്ല. അയാളും കൂടെ വന്നു നിന്നിട്ട് ഭക്ഷണമെല്ലാം കഴിഞ്ഞ്, ഭക്ഷണം മാത്രമല്ല സൽക്കാരം ഉണ്ടായിരുന്നു. ഇപ്പം പാലുകാച്ചന്റെ മിക്ക വീട്ടിലും സൽക്കാരമുണ്ട്. സൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാം. സൽക്കാരമൊക്കെ കഴിഞ്ഞ് അല്ല ഫോം അയാൾ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. താടി ഇതുവരെ ഉണ്ട്. നോക്കിയിട്ട് പറഞ്ഞു, ഈ വീടിന്റെ ഇരിപ്പ് ശരിയല്ല. വല്ല കാര്യമുണ്ട്? KFC-ന്ന് ലോൺ അടച്ചുകൊണ്ടിരിക്കുകയല്ല, വീടിന്റെ ഇരിപ്പ് ശരിയല്ല, ഇവിടെ 3 മാസത്തിനകത്തൊരു ദുർമരണം നടക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. അപ്പോ ഇതിനും പരിഹാരമില്ല. ഇപ്പൊ ഇയാളെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും അയാൾ സന്തുഷ്ടനാണ്. എന്തുകൊണ്ടാണ്? അയാൾ ഇതിന്റെ പിന്നിലൊന്നും പോകാൻ തയ്യാറല്ല. പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. അതുകൊണ്ടാണ് അവർക്ക് വല്ല ക്ഷാമമുണ്ടോ? സന്യാസിമാർക്ക് എവിടെ നോക്കിയാലും സന്യാസിയുണ്ട്. റോഡിൽ സന്യാസിയുണ്ട്, ബോർഡിലും വരെ സന്യാസിയുണ്ട്, ഡയറക്ടർ ബോർഡിൽ സന്യാസിയുണ്ട്, എല്ലായിടത്തും സന്യാസിയുണ്ട്. ആശ്രമത്തിലുണ്ട്, ബസ്സിലുണ്ട്, സന്യാസി കാറിലും വിമാനത്തിലും എല്ലാം പോകുന്നുണ്ട്. സന്യാസ വേഷത്തിൽ തന്നെയാണ്. ഹിമാലയത്തിലും ഉണ്ട് സന്യാസി. അപ്പോ സന്യാസിമാരുണ്ടാവും. കാരണം നമ്മുടെ ഭാരതമാണ്, ഋഷികളുടെ ഭാരതമാണെന്നേ. അവിടെ പിന്നെ സന്യാസിമാർ പിന്നെ വേറെ എവിടെ പോകാനാണ്? പക്ഷേ നമ്മൾ ഹിമാലയത്തിൽ പോകുമ്പോൾ അവിടുത്തെ ഗുഹകളിൽ സന്യാസിമാർ ഏകാഗ്രമായി, നിശ്ചലത കിട്ടാൻ വേണ്ടി ഏകാഗ്രമായിട്ടിരിക്കുകയാണ്. എന്നിട്ട് നിശ്ചലത കിട്ടുന്നില്ല, ഏകാഗ്രമായിരിക്കുകയാണ്. ഏകാഗ്രമായിരിക്കുന്ന ഈ സന്യാസി
എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ധ്യാനിക്കുകയാണ്, മനനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി. അദ്ദേഹത്തിന്റെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോ സന്യാസിയും ദീർഘമായ തപസ്സിലും മനനത്തിലും ധ്യാനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ കണ്ടെത്താനാണ്, ഈശ്വര ചൈതന്യത്തിൽ വിലയം കൊള്ളാനാണ്. നമ്മുടെ ഗുരുദേവനും അങ്ങനെ ചെയ്തതാണ്. ഈശ്വര ചൈതന്യത്തിൽ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയതാണ്. പക്ഷേ ഗുരുദേവനും ഈ പറഞ്ഞ മുഴുവൻ സന്യാസിമാരും തമ്മിലുള്ള വ്യത്യാസം, ഗുരുദേവൻ ആത്മസാക്ഷാത്കാരത്തിന് ശേഷം തിരിച്ചു വന്നു. തിരിച്ചെങ്ങോട്ട് വന്നു? ജനമധ്യത്തിലേക്ക് വന്നു. അദ്ദേഹം ജീവിച്ച ചുറ്റുപാടുകളിലേക്കും അന്നത്തെ സമൂഹത്തിലേക്കും ആ സമൂഹത്തിലെ അധാർമികമായ ജീവിതക്രമങ്ങളിലേക്കും അദ്ദേഹം ഇറങ്ങി വന്നു. എന്നിട്ടോ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറി. കാരണം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, സമസ്യകളുണ്ട്, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ അസമത്വം? എന്താണ് ഈ ഉച്ചനീചത്വം? എന്താണ് ഈ തൊട്ടുകൂടായ്മ? എന്താണ് ഈ തീണ്ടിക്കൂടായ്മ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അധികൃത സമൂഹത്തിൽപ്പെട്ട കുട്ടികളുടെ വീട്ടിലെ തിളയ്ക്കുന്ന മീൻകറിയൊക്കെ അദ്ദേഹം എടുത്ത് കഴിക്കുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തത്. അത് ഒരു അന്നത്തെ ക്രമത്തെ അദ്ദേഹം ലംഘിക്കുകയായിരുന്നു. വീട്ടുകാരെ പ്രത്യേകം പറഞ്ഞു, അവന്റെ വീട്ടിൽ പോയിക്കൂടാ, തീണ്ടലാണ്. അവിടെ ചെന്ന് അവരുടെ ചെറിയ കുടിലിൽ, അവന്റെ ആ കൊച്ചടുപ്പിൽ എരിഞ്ഞുകൊണ്ടിരുന്ന വിറകുകൊള്ളികൾ നീക്കി വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് പകർന്നെടുക്കുമ്പോൾ എന്താണ് ചെയ്തത്? ലംഘിക്കുകയായിരുന്നു. അന്നത്തെ ആചാരക്രമങ്ങളെയും നിഷ്ഠകളെയും അനാചാരങ്ങളെയും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ലംഘിക്കുകയായിരുന്നു. ഗാന്ധി സ്വാതന്ത്ര്യ സമരകാലത്ത് പറഞ്ഞ ഒരു ടെക്നിക്കൽ വേർഡുണ്ട്. ആ സംജ്ഞ ഉപയോഗിച്ച് പറഞ്ഞാൽ ഗുരുദേവൻ ചെയ്തത് സിവിൽ ഡിസൊബീഡിയൻസ് ആയിരുന്നു. സിവിൽ ഡിസൊബീഡിയൻസ്. ഒരുപാട് വഴക്ക് കിട്ടി വീട്ടിൽ നിന്ന്, മൈൻഡ് ചെയ്തില്ല. ഈ ചിന്ത തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ആശാൻ പിന്നെ പറഞ്ഞ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ആ ചിന്ത ഈ തപമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തിലെത്തിയപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് മരുത്വമലയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഹിമാലയത്തിലോട്ട് പോകാമായിരുന്നു. അദ്ദേഹം നേരെ കേരളത്തിലേക്ക് വന്നു. കേരളം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, അല്ലേ? ഹര ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ? ഇന്നലെ ആശാൻ ചോദിച്ചത്, ഹര ഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ? അപ്പോ കേരളത്തിലേക്ക് വന്നു, ഇവിടുത്തെ പ്രശ്നങ്ങളിലേക്ക് വന്നു. നമ്മുടെ ഇടയിൽ നമ്മുടെ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തു. ഒരു സമൂഹത്തിന് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയില്ല എന്ന് ഞാൻ പറയണ്ടല്ലോ. അവർക്കൊരു പരിധി വരെയൊക്കെ കഴിയുള്ളൂ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗുരുസ്ഥാനത്ത്, എങ്ങനെയുള്ള ഗുരുസ്ഥാനത്ത്? പരദൈവമായി മാറുന്ന ഗുരുവിന്റെ ചൈതന്യമുണ്ടാവണം, സാന്നിധ്യമുണ്ടാവണം, നേതൃത്വമുണ്ടാവണം, സഹകരണം ഉണ്ടാവണം, ആശ്രയം ഉണ്ടാവണം. ഗുരു അതാണ് ചെയ്തത്. ഗുരു തിരിച്ചു വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഗുരു ഒരിടത്തും കേരളമെന്നോ ഇന്ത്യയെന്നോ ഭാരതമെന്നോ പറഞ്ഞില്ല, ലോകം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ എപ്പോഴും പറയുന്ന അദ്ദേഹത്തിന്റെ ദർശനവാക്യം എപ്പോഴും ഉദ്ധരിക്കുന്നത്. എന്താണത്? വിശ്വമാനവികത. കേരള മാനവികതയല്ല, വിശ്വമാനവികത. അരിയപ്പുറത്ത് എഴുതി വെച്ചത് എല്ലാ പ്രസംഗത്തിലും എല്ലാവരും പറയുന്ന ഒരു വാക്യമാണല്ലോ. എന്താണ്? ജാതിഭേദം, മതദ്വേഷം, ഏതുമില്ലാതെ സർവരും, ഏതുമില്ലാതെ സർവരും. സർവരും, ഈ സർവരും എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉണ്ട്. അമേരിക്കക്കാരനുണ്ട്, ആഫ്രിക്കക്കാരനുണ്ട്, ജർമ്മനിക്കാരനുണ്ട്, ടോക്കിയോ. സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം ആം ഇത് എന്നാണ് പറഞ്ഞത്. അപ്പോ സ്വാമി വിവേകാനന്ദൻ
ഇദ്ദേഹം അവിടെ ഈ അരുവിപ്പുറത്തി പ്രൊഫസർ നടത്തി 5 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ചിക്കാഗോയിൽ പോകുന്നത്. മറ്റേ ആൾ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം അവിടെ ഇരുന്ന കുറച്ച് പേരെ നോക്കി മൈ അമേരിക്കൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കയ്യടിയായി, ബഹളമായി. അങ്ങനെ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വന്ന് പറഞ്ഞു, ബ്രദേഴ്സ് എന്ന് വിളിച്ചു. അവര് ആരും അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അവരെല്ലാം ആഹ്ലാദ പൂത്തിരി എത്തിച്ചു. അവർ ഉന്മാദത്തിലായി, പുളകിതരായി എന്നൊക്കെയാണ് പറഞ്ഞു. ലോകത്തെവിടെയുമുള്ള മനുഷ്യരെ, അദൃശ്യരായ മനുഷ്യരെയും കണ്ടുകൊണ്ട് അവരെല്ലാം സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് പറഞ്ഞ ഗുരുദേവനെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് രാഷ്ട്രപതി നമ്മുടെ 2019 തോന്നുന്നു പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇനി നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യക്ക് ബഹുദൂരം ലോകരാജ്യങ്ങളുടെ മുന്നിൽ കടന്നു കയറി അതിന്റെ പടവുകൾ കയറി ഔന്നത്യത്തിൽ എത്തണമെങ്കിൽ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങളും സിദ്ധാന്തങ്ങളും ആശയങ്ങളും അദ്ദേഹത്തിന്റെ ദർശനവും അദ്ദേഹത്തിന്റെ ധർമ്മവും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞത് പാർലമെന്റിൽ, ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്ന ചെറിയ കാര്യങ്ങളാണ്. പ്രാർത്ഥന, ഗുരുദേവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നതാണ്. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആ പ്രാർത്ഥന ഞാൻ എവിടെയോ അതിനെ ഇതുപോലെ വിശദീകരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഇത് എല്ലായിടത്തും എല്ലാവരും പറയും, പക്ഷേ ഈ സാറ് പറഞ്ഞ പോയിന്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അത് എന്നെ പൊഴുത്തി പറഞ്ഞാണ്, വല്ലതും പറഞ്ഞാലും ശ്രദ്ധിച്ചു കാണത്തില്ല. അന്ന വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കണം എന്നല്ല പ്രാർത്ഥന, ഞങ്ങളെ രക്ഷിക്കണം എന്നല്ല പ്രാർത്ഥന. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ് പറയുന്നത്. ഒന്നും ചോദിക്കുന്നില്ല. പ്രാർത്ഥനയിൽ നമ്മൾ എന്തെല്ലാമാണ് ചോദിക്കുന്നത്? നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ലിസ്റ്റ് കൂടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഇവിടുത്തെ മൊബൈലിൽ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. മൊബൈൽ എഴുതിയിട്ടിരിക്കുകയാണ്, അവൻ്റെ ട്രാൻസ്ഫർ, ഭാര്യയുടെ പ്രൊമോഷൻ, മോൻ്റെ അഡ്മിഷൻ, മോളെ പ്രപ്പോസൽ, അളിയൻ്റെ അസുഖം. അളിയൻ്റെ അസുഖം കൂടണമെന്നാണോ കുറയണമെന്നാണോ അതറിഞ്ഞൂടാ. അളിയൻ്റെ അസുഖം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ലിസ്റ്റുമായിട്ട് പോവുകയാണ്. അതാണോ പ്രാർത്ഥന? പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ സൽവൃത്തികളിലൂടെ ഒന്നിലും തട്ടാതെ മുട്ടാതെ രക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സുതാര്യമായി മറകളില്ലാതെ നമ്മുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറന്ന് അങ്ങനെ നിന്നാൽ മതി. ദൈവത്തിനറിയാം എന്താണ് വേണ്ടത്, നമ്മളായിട്ടൊന്നും പറയണ്ട. ഇവിടെ ഗരുത്തം പറയുന്ന കേട്ട് ചിലർ ഉറച്ച് പ്രാർത്ഥിക്കും. ശ്രീകണ്ഠ അത് വിളിക്കുന്ന കണ്ടിട്ടില്ലേ? ഉറച്ചാണ്. അവനെ വിളിച്ച ഒരുത്തം പറഞ്ഞിട്ട് അവന്റെ നാക്ക് പൊക്കാതെ ആക്കണമേ തിരിച്ചു പോകുമ്പോൾ. ആര്? അളിയന്റെ ഇത്തരം പ്രാർത്ഥനയാണോ ഗുരുദേവൻ പറഞ്ഞത്? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഏകാഗ്രതയോടെ നിന്നാ മതി. ഭജനത്തെ കുറിച്ച് പറയും, ഭജന ഇരിക്കുന്നവരെ കുറിച്ചും പ്രാർത്ഥനയെ കുറിച്ചും പറയും. എങ്ങനെയാണ്? നാവ് വായിൽ കറങ്ങി നമ്മളിങ്ങനെ മണികളുമായിട്ട് ഇരിക്കുകയാണ്, ജപമായിട്ട്. മകന് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇങ്ങനെയാണ്: മോനെ, 3 കാര്യങ്ങളാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് അനാഥർക്ക് മേൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ. അനാഥർക്ക് മേൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ. നീ അനാഥനല്ല, ഞാനുണ്ടല്ലോ. നിന്റെ കാര്യമല്ല പറയേണ്ടത്, എന്റെ കാര്യമല്ല പറയേണ്ടത്. ഈ നാട്ടിൽ, ഈ ലോകത്തോ, ഈ രാജ്യത്തോ എവിടെ അനാഥരുണ്ടോ, ആശ്രയമറ്റവരുണ്ടോ, നിസ്സഹായരുണ്ടോ, ആലംബഹീനരുണ്ടോ, അവരുടെ മേൽ നിന്റെ കാരുണ്യം ഭക്ഷിക്കണമേ. 2, വിശക്കുന്നവനും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവനും നിന്റെ കരുണ എപ്പോഴും കിട്ടണമേ. വിശക്കുന്നവനും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവനും നിന്റെ കരുണ കിട്ടണമേ. 3, വിധവകളുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. വിധവകൾ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, ജീവിതത്തിന്റെ സൗരഭ്യവും ജീവിതത്തിന്റെ സൗന്ദര്യവും ജീവിതത്തിന്റെ സമസ്ത അർത്ഥങ്ങളും നഷ്ടപ്പെട്ടു എന്ന് കരുതി വിലപിക്കുന്ന ആ പാവപ്പെട്ട വിധവകളുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന നീ കൈക്കൊള്ളണമേ. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥന ആത്മനിഷ്ഠം ആകാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റുമൊക്കെ എഴുതി പ്രാർത്ഥിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം
വാങ്ങിച്ച പുതിയ ബാറ്റയിൽ വാങ്ങിച്ച 1999 ബാറ്റയുടെ വില അങ്ങനെയാണ്. 1999 രൂപയുടെ പുതിയ സ്ലിപ്പറൊക്കെ ഇട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. സ്ലിപ്പർ ഊരിയിട്ട് നമ്മൾ അവനെ കണ്ടു. ആരെ കണ്ടു? ആ വെടിക്കാരന്റെ അടുത്തൊരു താടിക്കാരൻ ഇരിക്കുന്നു. അവൻ ആ സ്ലിപ്പറിൽ തന്നെ നോക്കുന്നു. ഇറങ്ങാൻ നേരത്തും അങ്ങേര് പറഞ്ഞാണ്, അങ്ങേരെന്ന് പറഞ്ഞാൽ വീട്ടുകാരനെ ആയിരിക്കണം, അങ്ങേര് പറഞ്ഞാണ് ഇത് രണ്ടാമത്. എന്തായാലും ഊരിയിട്ട് അകത്ത് പോയി ഭഗവാന്റെ മുമ്പേ തന്നെ കയറി ആദ്യം തന്നെ നിൽക്കുകയാണ്. അവിടെ മണിയടി നടക്കുന്നു, ദീപാരാധന നടക്കുന്നു, പലതും നടക്കുന്നു, പാലഭിഷേകം നടക്കുന്നു. അവരുടെ മനസ്സിൽ ആ താടിക്കാരനും വെടിക്കാരനും. ഇപ്പോഴാ താടിക്കാരൻ സ്ലിപ്പർ വിട്ടുകൊണ്ട് എങ്ങോട്ടെങ്കിലും നടന്നു പോവുകയായിരിക്കും സ്പീഡിൽ. അങ്ങനെയൊക്കെ ആലോചിച്ച് അവസാനം ഇത് നമുക്ക് ഈ ആരോഗ്യം പിടിക്കാനായിട്ട് കൊണ്ടുവരുമല്ലോ, വിളക്ക് കൊണ്ടുവരുമല്ലോ, കത്തിച്ച ദീപം കൊണ്ടുവരുമല്ലോ. ദീപമൊക്കെ കളഞ്ഞിട്ട് കൈയാണ് കാണിച്ചത്. ആരെ? ഭഗവാനെ. സമയമില്ല, പോകുമല്ലോ, ചെരുപ്പുണ്ടാവുന്നു. പിന്നെ പ്രാർത്ഥിച്ചു. ഇതൊന്നും പറഞ്ഞില്ല. ആ ചെരുപ്പ് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ച് വെളിയിൽ ചെല്ലുമ്പോൾ ഉണ്ട് ചെരുപ്പും അവിടെയുണ്ട്, വെടിക്കാരനും അവിടെയുണ്ട്, താടിക്കാരനും അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സന്തോഷം നഷ്ടപ്പെടുത്തുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വല്ല കാര്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ പോയതാണ്. ഇതല്ല പ്രാർത്ഥന, ഇതല്ല ഭജനം സ്വാമി എന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ മനസ്സ് ഈ വിധത്തിൽ ചഞ്ചലമാകാതെ ഇരിക്കുവാനുള്ള നിസ്സാരമായ ഉപദേശങ്ങളാണ് ഗുരുദേവൻ തന്നത്. ഗുരുദേവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്നും വേണ്ട. നമ്മുടെ ഈ വിദ്യാരംഭത്തിന് സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. പോണ്ടാന്ന് വിചാരിച്ചാലും പോകേണ്ടി വരും. അവിടെ കൊണ്ടുവരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ? കൊച്ചുകുട്ടികൾ, പിഞ്ചുകുട്ടികൾ, പപ്പുകുട്ടികൾ. ഞാൻ ചോദിക്കും, എത്ര വയസ്സുണ്ട്? 1 ആവുന്നു, മറ്റൊന്നാ 1 വയസ്സാവും. വേറെ ഇരിയാണോ അങ്ങോട്ട്? അവൻ മരണം ഒപ്പാളപ്പെട്ട് വരുന്ന വിളിക്കുകയാണ്, ഒറ്റ ആടി ചവിട്ടില് ഗുരുവിന്റെ. അപ്പോ പുള്ളിക്കാരും കൂടെ വന്ന് ഈ നമ്മളെ മടിയിലോട്ട് തന്നെ ഇരിക്കാനുള്ള പുറപ്പാടാണ്, അന്ന് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി. നമ്മളൊക്കെ അറിയുന്ന ആദരിക്കുന്ന ഒരാള് അവസാനം എന്തിനു പറയുന്നു? അല്ല, ഈ വീതിക്കുള്ള കസവ് മുണ്ട് കൊടുത്ത് വന്നാണ്. ഊരി തോളിയിട്ട് പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു നീല മുണ്ട് കൊടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് മൂത്രം ഒഴിച്ചു, അതിന് മൂത്രം ഒഴിക്കാതിരിക്കാൻ പറ്റും? ആകെ ഭരണപ്രാകാം, പേടിച്ച് മൂത്രം ഒഴിച്ചു. പിന്നെ എന്തെങ്കിലും ഉണ്ടായോ? എന്തോ അദ്ദേഹത്തിനോട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? ഗുരു പറഞ്ഞത് 4 വയസ്സ് കഴിഞ്ഞ് വേണം വിദ്യാരംഭത്തിന് കൊണ്ടുപോകാനെന്നാണ്. 4 വയസ്സ് കഴിഞ്ഞവൻ 40 തവണ വിദ്യാരംഭം കഴിഞ്ഞിരിക്കും. ഇവനെ തന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരികയാണ്. അപ്പൊ ഇത്തവണ ഇവിടെ അടിച്ചു, മറ്റേ അടുത്ത തവണ അടുത്തടുത്തും അടിച്ചത്. ക്രിസ്തുവിന്റെ അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും. മിടുക്കന്മാര് ചില ആചാര്യന്മാരുണ്ട്, അവർക്കറിയാം ഈ പിള്ളേരെ എവിടെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അവർ കൈകാര്യം ചെയ്ത് ചിലപ്പോൾ കേസിൽ പെട്ടുപോകും. കാരണം അമ്മയും കൂടെ ഇരിക്കുകയല്ലേ. എവിടെയെങ്കിലും നമ്മൾ ഗുരു പറയുന്നത് കേൾക്കുന്നുണ്ടോ? പുതിയ വരനും വധുവും കല്യാണത്തിന് മുമ്പ് തുറസായ ഒരു സ്ഥലത്തിരിക്കണം. ഗുരു പറഞ്ഞാണ്, തുറസായ ഒരു സ്ഥലത്തിരിക്കണം. അത് പാർക്കാവാം, പാറപ്പുറമാവാം. പാറപ്പുറം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുകളിലാണല്ലോ, എവിടെയെങ്കിലും കാണാം അവർ എന്ത് ചെയ്യുന്നു. അവിടെ ഇരുന്ന് അവർ പരിചയപ്പെടണം. വ്യത്യസ്തമായ ജീവിത ചുറ്റുപാടുകളിലുള്ള 2 പേര്, വ്യത്യസ്തമായ അഭിരുചികളുള്ള 2 പേര്, വിദ്യാഭ്യാസമുള്ളവർ, ജീവിത പശ്ചാത്തലമുള്ളവർ, അവർ തമ്മിൽ അടുത്ത് പരിചയപ്പെടണം. പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ തീരുമാനിക്കും മുന്നോട്ട് പോകണോ വേണ്ടോ. ഇതിപ്പോ അവരാണോ തീരുമാനിക്കുന്നത്? പല പയ്യന്മാര് പറഞ്ഞു എന്ന് പറയുന്നില്ല, ഇവളല്ല ഞാൻ അന്ന് കണ്ടത്, ഇവളെയല്ല ഞാൻ കണ്ടത്. അത് ഇങ്ങനെയൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഗുരു അങ്ങനെ പറഞ്ഞത്. തുറസായ ഒരു സ്ഥലത്ത് അവരിയ്ക്കണം. എന്നിട്ട് അതിന്റെ പേരാണ് കൗൺസിലിംഗ് നടത്തണം. അല്ലാതെ ജാതകം നോക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല, നക്ഷത്രപൊരുത്തമുണ്ടോ നോക്കണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാരോ പറഞ്ഞു കേട്ടു, പിന്നെ നോക്കേണ്ടത് അവരുടെ ബ്ലഡ് റിപ്പോർട്ടാണ്. കാരണം ഡയബറ്റീസ് ഉണ്ടോ എന്നറിയണം പയ്യന്. ക്രോണിക് ഡയബറ്റീസ് ആയിരിക്കും. വയസ്സൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടോ അവള്? മെനഞ്ഞാൻ നൃത്തം പറഞ്ഞു,
അതാണ് എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് തോന്നിയത്. ഇതൊന്നുമല്ല നോക്കേണ്ടത്, രണ്ടുപേരുടെയും മൊബൈൽ വാങ്ങിച്ച് നോക്കണം. ഇപ്പൊ അറിയാം കാര്യങ്ങളൊക്കെ. മൊബൈൽ വാങ്ങിച്ച് നോക്കിയാൽ, നോക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കിയാൽ ഒരു കല്യാണവും ഇനി നടക്കൂല, ആരെ കല്യാണവും നടക്കില്ല. അപ്പൊ ഗുരു പറഞ്ഞു നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ആത്മീയ വിപ്ലവം നടക്കുകയാണ്. ആത്മീയ വിപ്ലവം, നമ്മൾ ഒരുപാട് വിപ്ലവങ്ങൾ കേട്ടിട്ടുണ്ട്. വ്യാവസായിക വിപ്ലവം അല്ലേ, കാർഷിക വിപ്ലവം, സാമ്പത്തിക വിപ്ലവം, ഒരുപാട് വിപ്ലവങ്ങൾ കേട്ടാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ആത്മീയ വിപ്ലവമാണ്. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയിൽ ഈ അടുത്ത കാലത്ത് ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. മീറ്റ് ദ ഗോഡ് പ്രോഗ്രാം, 45 days, selected seats, contact. അപ്പോൾ പലരും അവിടെ നോക്കി, മീറ്റ് ദ ഗോഡ് പ്രോഗ്രാം, ദൈവത്തെ പരിചയപ്പെടാനുള്ള ഒരു പരിപാടി. 45 ദിവസം, സെലക്ടഡ് ഫ്യൂ സീറ്റ്സ്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴില്ലേ 2 ലക്ഷം രൂപ, 45 ദിവസം ദൈവത്തെ കാണാം, കാണുന്നവർക്ക് പോവാം. അതൊരു പത്രക്കാരൻ അത് കണ്ടു, അയാൾ അവിടെ പോയി. അന്വേഷണ ത്വരയുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇഷ്ടമുള്ള ഒരാളോട് പോയിട്ട് ചോദിച്ചു, എൻ്റെ സംഘാടകരോട് ചോദിച്ചു, ഒരു 5 നക്ഷത്ര ഹോട്ടലിലെ പിന്നെ വളരെ ശീതീകരിച്ച ഒരു പ്രത്യേക വിശാലമായ ഹാളിലാണ് ഇത് നടക്കുന്നത്. എൻ്റെ സംഘാടകരെ ചോദിച്ചു, പറഞ്ഞു സ്വാമിയാണ് നിന്റെ ആള്, സ്വാമിയോട് ചോദിക്കണം. സ്വാമി അതിനേക്കാളും വലിയ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ റോക്കിംഗ് ചെയറിലിരിക്കുന്നു. സ്വാമി റോക്കിംഗ് ചെയറിലിരിക്കുന്നു. ഇയാൾ വിചാരിച്ച സ്വാമി ആസനത്തിൽ ഇരിക്കുമെന്നാണ്. അങ്ങനെയല്ല, റോക്കിംഗ് ചെയറിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇയാൾ ചെന്നാ ചോദിച്ചു, സ്വാമി ഇത് എന്ത് പ്രോഗ്രാമാണ്? വലിയ ധനാഠ്യന്മാര്, കാശുകാര് 2 ലക്ഷം രൂപ പിഴുതെറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ അവരോട് ഗോഡിനെ കുറിച്ച് സ്വാമിയുടെ പ്രഭാഷണം. ഗോഡ് ഈസ് omnipotent, ഗോഡ് ഈസ് omniscient, and God is omnipresent. ദൈവം സർവജ്ഞനാണ്, സർവവ്യാപിയാണ്, സർവ്വ അറിയുന്ന ആളാണ്, സർവമാണ്, സർവസ്വമാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. 2 ലക്ഷം രൂപ കൊടുത്തിട്ടിരിക്കുകയാണ്. അതായത് 3-4 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോ കാണേണ്ട കാഴ്ച, ഒരുത്തൻ തലകുത്തിയിരിക്കുന്നു, ശീർഷാസനം. വേറൊരുത്തൻ എന്തോ ജപിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരാൾ കസേരയുടെ പുറത്തിരുന്ന് ജപിക്കുന്നു. വേറൊരാൾ കിടന്ന് ജപിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വയ്യാത്ത ആളുകളല്ലേ, കൊളസ്ട്രോളും പ്രശ്നങ്ങളും കാലിന് ഡയബറ്റിക് ന്യൂറോപ്പതിയൊക്കെ ഉള്ളവരാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. 25 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പലരെയും കാണാനില്ല, കുറച്ച് പേരേ ഉള്ളൂ. ചോദിച്ചു എന്താ എല്ലാവരും, അവരെല്ലാം ഗോഡിനെ കണ്ടവർ പോകാൻ പറഞ്ഞു. ഗോഡിനെ കണ്ടെന്നു. 45 ദിവസം അവർക്ക് പ്രിയമുള്ളവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 26ാം ദിവസം അവരെല്ലാം ചുരുട്ടിക്കെട്ടി പോവുകയും ചെയ്തു. എല്ലാവരും ഗോഡിനെ കണ്ടു. എവിടെ വെച്ച് കണ്ടു? പത്രക്കാരൻ ചോദിച്ചു, എവിടെ വെച്ച്? അകത്തുണ്ടായിരുന്നു. ഗോഡ് അകത്തുണ്ടായിരുന്നു. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി തത്വമസി. എത്ര കാലം കൊണ്ട് നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നു. ശബരിമലയിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, അത് നീ ആകുന്നു, നീ ബ്രഹ്മമാകുന്നു. അത് 2 ലക്ഷം രൂപ കൊടുത്ത് എന്നവരെ മനസ്സിലാക്കി. അതാണ് ആത്മീയ വിപ്ലവം, ആത്മീയ വ്യവസായം, ആത്മീയ കച്ചവടം. ഒരു പൈസയും വാങ്ങാതെ, ഒരു കാശും വാങ്ങാതെ ഗുരു എന്താണ് ചെയ്തത്? നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള, ഭൗതിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ സന്ദേശം തരികയായിരുന്നു. ഇപ്പൊ തീർത്ഥാടന കാലമാണ്. തീർത്ഥാടന കാലത്ത് തീർത്ഥാടനം എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് ഒരു യൂണിഫോമിൽ വരണം, എന്തെങ്കിലും ഒരു യൂണിഫോം വേണം. അല്ലെങ്കിൽ ഒരാൾ പട്ടുടുപ്പായിരിക്കും, ഒരാൾ ബനിയ മാത്രം ഇട്ടുകൊണ്ടുവരും, ജീൻസ് ഇട്ടുകൊണ്ടുവരും. അതൊക്കെ അദ്ദേഹം അന്നേ കണ്ടിട്ട് പറഞ്ഞു യൂണിഫോം വേണം. അപ്പോൾ പോയതിൽ ഒരാൾ പറഞ്ഞു മഞ്ഞ വസ്ത്രമായാലോ? മഞ്ഞ കൊള്ളാം, മഞ്ഞ നമുക്ക് പണ്ടേ ഉള്ളതാണല്ലോ, മഞ്ഞ നമുക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ബുദ്ധനും മഞ്ഞയാണ്, കൃഷ്ണനും മഞ്ഞയാണ്. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ശ്രീകൃഷ്ണനുമായിട്ട് വലിയൊരു സാമ്യമുണ്ട് ഗുരുദേവന്. ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? ശ്രീകൃഷ്ണൻ ഒരിക്കലും അധികാരം കൈയാളിയില്ല, അല്ലേ? അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജാവാകാമല്ലോ. അദ്ദേഹം അധികാരം കൈയാളിയില്ല. പിന്നെയോ അധികാരം കൈയാളാൻ വേണ്ടിയുള്ള ധാർമ്മിക യുദ്ധത്തിൽ അദ്ദേഹം നിഷ്പക്ഷനായി പങ്കെടുത്തു.
ഈ ഭാഗവത യജ്ഞം നടത്തുന്നിടത്ത് എല്ലാം പറയും, ഇത് പറയില്ല. ഇതാണ് പോയിന്റ്. ശ്രീകൃഷ്ണൻ എല്ലാ അധികാരവും തന്നെ നിക്ഷിപ്തമാക്കാൻ സാധിക്കും എന്നിരിക്കെ, ദുഷ്ടനിഗ്രഹം എല്ലാം നിർവഹിച്ചിട്ടിരിക്കെ, കംസനെയും എല്ലാം നിർവഹിച്ചിട്ടിരിക്കെ അദ്ദേഹം അധികാരം കയ്യിലെടുത്തില്ല. പകരം അധികാരം നഷ്ടപ്പെട്ടവരുടെ ധാർമ്മികമായ യുദ്ധത്തിൽ സാക്ഷ്യം വഹിക്കുകയും അധ്യക്ഷം വഹിക്കുകയും അതിൻ്റെ നിഷ്പക്ഷതയിലൂടെ അവരെ വിജയത്തിലെത്തിക്കുവാൻ സഹായിക്കുകയും ചെയ്തു. അതാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. തന്നെയുമല്ല, തന്നെ ആശ്രയിച്ച് വന്നവരെ എല്ലാം അദ്ദേഹം ചേർത്ത് നിർത്തി. ഇവിടെ ഗോവർദ്ധന പർവ്വതത്തിന്റെ ആ ഇഷ്യൂ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രകൃതി പ്രശ്നമാണ് ഗോവർദ്ധനം. ഗോവർദ്ധന പർവ്വതത്തിന്റെ ചുവട്ടിൽ കൃഷി ചെയ്യുന്നവർ, അവിടെ നല്ല കാർഷിക വിളകൾ ഉണ്ടാകുമ്പോൾ അവർ ഇന്ദ്രനെ വെച്ച് പൂജിക്കണമെന്ന്. കപ്പം കൊടുക്കണം ഇന്ദ്രന്. എന്തുകൊണ്ടാണ്? ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്. അതേ മഴ പെയ്യിക്കുന്നതുകൊണ്ടാണ് ഇത് വിളയുന്നത്. ഇത് വിളയുന്നതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഇന്ദ്രനാണ് ഉത്തരവാദി. ഇന്ദ്രന് കപ്പം കൊടുക്കണം. ശ്രീകൃഷ്ണൻ പറഞ്ഞു അതൊക്കെ ദുരാചാരമാണ്, അനാചാരമാണ്. ഗുരു പറഞ്ഞ പോലെ അതൊരു അനാചാരമാണ്, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് ആരറിഞ്ഞു? ഇദ്ദേഹം കപ്പം കിട്ടാതെ വന്നപ്പോൾ ഇന്ദ്രൻ അന്വേഷിച്ചു എന്താ പ്രശ്നമെന്ന്. അതിങ്ങനെ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനൊരു കക്ഷി അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണെന്ന്. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഘോരവൃഷ്ടി, നിലയ്ക്കാത്ത മഴ, എല്ലാ കൃഷിയും അവതാളത്തിലായി. ഇവരുടെ വീടുമൊക്കെ ഒലിച്ചു പോകുന്നു. കൃഷ്ണൻ വന്ന് എന്താ ചെയ്തെന്നറിയോ? ഗോവർദ്ധനം എടുത്തുയർത്തി ഒരു കൊടയായി പിടിച്ചു. പിന്നെ ഇന്ദ്രൻ പിൻവാങ്ങി. ഇതൊരു മനസ്സിലായി, പുള്ളിക്ക് പറ്റിയ കക്ഷിയല്ല എന്ന് മനസ്സിലായി. ഇതൊക്കെ ചെയ്ത ആളാണ്. ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനുമായിട്ട് വലിയ സദൃശ്യമുണ്ട് ഗുരുദേവൻ അതുപോലെയായിരുന്നു. തന്നെ ആശ്രയിച്ചവരെയും അനാചാരങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരെയും എല്ലാം രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹിമാലയത്തിലോട്ട് പോകാമായിരുന്നു, ഞാൻ പറഞ്ഞുവല്ലോ. അതെല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ ഒരിക്കൽ കളിയാക്കിയത്. ഇപ്പോ പാർവതിയാരുടെ ജോലിയാണെന്ന് പറയുന്നു, വില്ലേജ് ഓഫീസറുടെ ജോലിയാണെന്ന് പറയുന്നു, കല്ലുനാട്ടിലൊക്കെ ആണെന്ന് പറയുന്നു. ഇങ്ങനെ പറഞ്ഞു. കല്ലുനാട്ടിലെന്ന് ഉദ്ദേശം എന്താണ്? പ്രതിഷ്ഠ ഒരുപാട് സ്ഥലത്ത് കല്ലിനാണല്ലോ, അവിടെ കല്ലാണല്ലോ പ്രതിഷ്ഠിച്ച്. കല്ലുനാട്ടിലാണെന്ന് പറയുന്നു, പാർവതിയാരുടെ ജോലിയാണെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രവൃത്തിയുണ്ട്, ആരില്ല. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി. അത് ശരി. അപ്പോ ഗുരുദേവനും ഇദ്ദേഹം തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് പീതവസ്ത്രം മതി, ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ മൃതം തിന്നു വരണം, മത്സ്യമാംസങ്ങളൊന്നും കഴിച്ചുകൊണ്ട് വരരുത്. മത്സ്യമാംസങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റതും വരും. ഏതാ മറ്റേ സാധനം? ഈ 7 ആഘോഷം വരുമ്പോഴും അടുത്ത ദിവസം ഒരു കണക്ക് വരുമല്ലോ, 56 കോടി ഇവിടെ തന്നെ വിറ്റഴിഞ്ഞു. ഏതാ? അതും വരും. അതുകൊണ്ടാണ് അദ്ദേഹം അന്ന വസ്ത്രാദി മുട്ടാതെ എന്ന് പറഞ്ഞത്. ആദിയില ഇത് വരുമെന്ന് ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു. അന്ന വസ്ത്രാദി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആദിയിൽ ഇതും കൂടെ ഉണ്ടെന്ന്. അപ്പൊ അത്തരം ആദികൾ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു നമ്മൾ ബ്രഹ്മചര്യത്തോടെ നിഷ്ഠയോടെ വ്രതത്തോടെ വരണം. വരുമ്പോൾ അവിടെ കീർത്തനങ്ങളല്ല വേണ്ടത്, അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഭജന കഴിക്കുകയല്ല. അവിടെ സമ്മേളനങ്ങൾ. എങ്ങനെയുള്ള സമ്മേളനങ്ങൾ? ഭൗതിക ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്ന സമ്മേളനങ്ങൾ. ആ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് വ്യവസായ സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, കാർഷിക സമ്മേളനം, അങ്ങനെയുള്ള സാഹിത്യ സമ്മേളനം. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്തണം. ആ രംഗത്തെ പ്രമുഖന്മാരെയും വിദഗ്ധന്മാരെയും വിചക്ഷണന്മാരെയും കൊണ്ടുവന്ന് സംസാരിപ്പിക്കണം. വ്യവസായം ചെയ്യുന്നവർക്ക് പുതിയ സാധ്യതകളെ കുറിച്ച് പറയണം. കാർഷിക ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവർക്കുള്ള പുതിയ ഉപാധികളെ കുറിച്ച് പറയണം. അവർ തിരിച്ചു പോകുന്നത് സമ്പന്നമായിട്ടായിരിക്കണം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവോടെ ആയിരിക്കണം. അപ്പോൾ ആ വിധത്തിൽ എത്ര ക്രാന്തദർശിത്വത്തോടെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അവസാനം സ്ഥാപിച്ചതെല്ലാം വിദ്യാലയങ്ങളായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു, അല്ലെ? സ്പോർട്സ് മത്സരങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ആളുകളുടെ കായികമായ വളർച്ചയ്ക്ക് വേണ്ടി ആ വിധത്തിൽ ഏറ്റവും അധുനാതനമായി ചിന്തിച്ച നമ്മുടെ ആത്മീയ ഗുരുവാണ് ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും ധർമ്മത്തിൻ്റെയും ദർശനത്തിൻ്റെയും
തീർത്ഥവും പ്രസാദവും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ സന്തോഷത്തോടെ ജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനാവശ്യമായ ഉത്കണ്ഠകളില്ലാതെ, അനാവശ്യമായ വ്യാകുലതകളില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകും. ഇനിയുള്ള നിങ്ങളുടെ സൃഷ്ടായുസ് സമ്പുഷ്ടമാവട്ടെ, സന്തുഷ്ടമാവട്ടെ, ഗുരുദേവന്റെ അനുഗ്രഹത്താൽ അത് ദീപ്തമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ അകന്മഷമായ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.